ഹായ് സിനിഫേഴ്സ്. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇപ്പോഴത്തെ ടോക്ക് ഓഫ് ദ ടൗൺ പുഷ്പ 2 ആണ്. അതിന് പ്രധാന കാരണം ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ വെറും 6 ദിവസം കൊണ്ട് ഒരു സിനിമ 1000 കോടി വേൾഡ് വൈഡ് കളക്ട് ചെയ്തു എന്നതാണ്. ആദ്യ ദിനം 294 കോടി നേടിയ സിനിമ 6ാം നാളായപ്പോഴേക്കും 1002 കോടിയാണ് ബോക്സ് ഓഫീസിൽ വാരിക്കൂട്ടിയത്. അതിൽ തന്നെ വലിയ ശതമാനം നോർത്ത് ഇന്ത്യൻ ഓഡിയൻസിൽ നിന്നുമാണ്. ഇപ്പോഴും വൻ ബുക്കിംഗ് ആണ് സിനിമയ്ക്കുള്ളത്. അതേസമയം മറ്റൊരു ചർച്ച അതിന് പാരലായി നടക്കുന്നത് കോണ്ടന്റ് കൊണ്ടും ബഡ്ജറ്റ് കൊണ്ടും ഇന്ത്യൻ സിനിമയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻഡസ്ട്രികളിലൊന്നായ കോളിവുഡിന് ഒരു 1000 കോടി ഇതുവരെ ഇല്ല എന്നതാണ്. 1000 കോടി പ്രതീക്ഷിച്ച സിനിമകൾ തീർത്തും നിരാശപ്പെടുത്തി. ഇനി അങ്ങനെ ഒരു ബോക്സ് ഓഫീസ് വേട്ടയ്ക്ക് പറ്റിയ സിനിമ ഇല്ല എന്നാണ് കരുതിയത്. തമിഴ് സിനിമയുടെ ആദ്യത്തെ 1000 കോടി നേടാൻ ഒരു 74 തന്നെ വേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ലോകേഷ് കനകരാജ് ഡയറക്ട് ചെയ്ത തലൈവർ പടം കൂലി കോളിവുഡിലെ ഫസ്റ്റ് 1000 crore ഫിലിം ആയേക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് വെറുതെ പറഞ്ഞു പോകുകയല്ല, അങ്ങനെ പറയാൻ ചില കാരണങ്ങളുണ്ട്. ഇന്ത്യൻ സിനിമയിൽ 1000 കോടി കളക്ട് ചെയ്ത സിനിമകൾ നോക്കിയാൽ ചില ഫാക്ടേഴ്സ് ഈ 1000 കോടിക്ക് എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്ത്യൻ കൾച്ചർ, പാട്രിയോട്ടിസം, സെക്കൻഡ് പാർട്ട് ഫിലിം ഒക്കെ ഈ പറഞ്ഞ ഫാക്ടേഴ്സ് ആണ്. ഇതിനെല്ലാം അപ്പുറം സൗത്തിലോ നോർത്തിലോ എവിടെ കൊണ്ട് കാണിച്ചാലും അവിടുത്തെ ഓഡിയൻസിന് കണക്ട് ആണ്. ഇതുവരെ 1000 കോടി നേടിയ സിനിമകൾ എല്ലാത്തിലും ഇതിൽ ഏതെങ്കിലുമൊക്കെ ഫാക്ടേഴ്സ് ഉണ്ടാവും. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എക്സ്പെർട്ട് എഫക്ട്സ് എന്ന യൂട്യൂബ് ചാനലിൽ വളരെ ക്ലിയർ ആയിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞൊരു വീഡിയോ ഉണ്ട്, അതൊന്ന് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. കൂലിയിലേക്ക് വന്നാൽ കോണ്ടന്റും മേക്കിങ്ങും കാസ്റ്റ് ആൻഡ് ക്രൂവും ബഡ്ജറ്റും വെച്ച് 1000 കോടി നേടാൻ പൊട്ടൻഷ്യലുള്ള സിനിമയാണ് കൂലി. ലോകേഷ് കനകരാജ് സിനിമ എന്നതിന് സൗത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് തമിഴ് കേരളം ഓഡിയൻസിന് വളരെ പ്രതീക്ഷ കൊടുക്കുന്ന ഒന്നാണ്. മാനഗരം, കൈദി, മാസ്റ്റർ, വിക്രം, ലിയോ അങ്ങനെ കരിയറിലെ എല്ലാ സിനിമകളും വലിയൊരു ശതമാനം ഓഡിയൻസിനെയും സാറ്റിസ്ഫൈ ചെയ്ത സിനിമകളാണ്. ലിയോയ്ക്ക് ചില ക്രിറ്റിസിസംസ് ഉണ്ടായിരുന്നുവെങ്കിലും ബോക്സ് ഓഫീസിൽ റെക്കോർഡ് ഇട്ടു. കിട്ടിയ വിമർശനങ്ങളൊക്കെ എടുത്ത് നല്ലൊരു സിനിമ കൊടുക്കാൻ പറ്റിയാൽ മുന്നേ ഇട്ട ലിയോയുടെ റെക്കോർഡ് പൊട്ടിച്ചുകൊണ്ട് തുടങ്ങാം. ലിയോ LC ആയിരുന്നില്ലേ ബ്രോ, അതുകൊണ്ടാണ് അത്രയ്ക്ക് കളക്ഷൻ കിട്ടിയത് എന്ന് ചോദിച്ചാൽ അതൊരു ഫാക്ടർ ആയിരുന്നു. ബട്ട് കൂലിയിലേക്ക് വന്നാൽ അതിനപ്പുറം ഒരു ഫാക്ടർ ഉണ്ട്. ഒരു തലൈവർ പടം തന്നെ തമിഴ് ഓഡിയൻസിന് ഒരു സെലിബ്രേഷൻ ആണ്. അതും ഒരു പക്ക ആക്ഷൻ പാക്ഡ് കൊമേഴ്ഷ്യൽ ഫിലിം ആണെങ്കിൽ പിന്നെ പറയണ്ട. പക്ഷേ തമിഴ് ഓഡിയൻസിനെ മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ പോരല്ലോ. സൂപ്പർ സ്റ്റാർ എന്ന ഫാക്ടർ തന്നെയാണ് 1000 കോടി എക്സ്പെക്ട് ചെയ്യാനുള്ള പ്രധാന കാരണങ്ങളിൽ മറ്റൊന്ന്. സൂപ്പർ സ്റ്റാർ രജനീകാന്ത് എന്നൊരു ബ്രാൻഡ് ഉണ്ട്. അത് വെറും തമിഴിലോ സൗത്ത് ഇന്ത്യയിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല, ഇന്ത്യ മുഴുവൻ ആ ബ്രാൻഡ് ഉണ്ട്. ബീസ്റ്റിന് വലിയ ക്രിറ്റിസിസം കിട്ടിയിട്ടും നെൽസൺ സംവിധാനം ചെയ്ത അടുത്ത പടം ജയിലർ 650 കോടിയോടെ വേൾഡ് വൈഡ് കളക്ട് ചെയ്തുവെങ്കിൽ അതിനൊരു കാരണം സൂപ്പർ സ്റ്റാർ തന്നെയാണ്. അങ്ങനെയുള്ളപ്പോൾ ലോകേഷിനെ പോലെ ഒരു ഡയറക്ടറിന്റെ കൂടെ ചേരുമ്പോൾ അതിനപ്പുറം കളക്ട് ചെയ്യുന്നത് തർക്കമില്ല. ജയിലറിൽ രജനിയുടെ ഓരോ സിനിമയും കയ്യടി കിട്ടിയതിന്റെ ഒരു പ്രധാന കാരണം അനിരുദ്ധാണ്. രജനിക്ക് മ്യൂസിക് ചെയ്യുമ്പോൾ അനിരുദ്ധ് പക്ക ഫാൻ ബോയ് ആയി മാറുന്നു. രജനി അനിരുദ്ധ് കോംബോയിൽ വന്ന പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം അന്യായ എക്സ്പീരിയൻസ് ആയിരുന്നു. വേട്ട, ദർബാർ, ജയിലർ, അവസാനം വന്ന വേട്ടയൻ വരെ എല്ലാത്തിലും സൂപ്പർ സ്റ്റാർ രജനികാന്തിനെ സെലിബ്രേറ്റ് ചെയ്യുകയായിരുന്നു. കൂലിയിലും അങ്ങനെ ആയിരിക്കും എന്നതിൽ തർക്കമില്ല. അതുപോലെ ലോകേഷ് അനിരുദ്ധ് കോംബോയും ഒരു ഹിറ്റ് കോംബോയാണ്. മാസ്റ്ററിന്റെയും വിക്രമിന്റെയും ലിയോയുടെയും ഒക്കെ വിജയത്തിന് അനിരുദ്ധിന്റെ പങ്ക് വലുതാണ്. അതുപോലെ ഒരു സിനിമയുടെ ഒരിക്കലും കിട്ടാത്ത ഹൈപ്പും പെട്ടെന്നുണ്ടാക്കാൻ പാട്ടുകൾക്ക് സാധിക്കും. ട്രെൻഡിങ് സോങ്സ് കൊടുക്കുന്നതിന് അനിരുദ്ധ് എപ്പോഴും വിജയിച്ചിട്ടുമുണ്ട്. അങ്ങനെയുള്ളപ്പോൾ അനിരുദ്ധ് എന്ന ഫാക്ടർ കൂലിക്ക് വലിയ ബലമാണ്. ഇന്നൊരു പാൻ ഇന്ത്യൻ സിനിമ ചെയ്യാൻ ഇറങ്ങുമ്പോൾ പ്രധാനമായും മിക്കവരും ചെയ്യുന്ന കാര്യമാണ് എല്ലാ ഇൻഡസ്ട്രികളിൽ നിന്നും ആക്ടേഴ്സിനെ കാസ്റ്റ് ചെയ്യുന്നത്. സിനിമ വരുമ്പോൾ ഈ കൊണ്ടുവന്ന ആക്ടേഴ്സിന് പ്രത്യേകിച്ചൊന്നും സിനിമ ചെയ്യാൻ ഉണ്ടായിരിക്കില്ല. കൂലിയിലും എല്ലാ ഇൻഡസ്ട്രികളിൽ നിന്നും ആക്ടേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ലോകേഷ് ആയതുകൊണ്ട് വെറുതെ ആരെയും കാസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് കരുതാം. മലയാളത്തിൽ നിന്ന് സൗബിൻ ഷാഹിർ, തെലുങ്കിൽ നിന്ന് നാഗാർജുന, കന്നഡയിൽ നിന്ന് ഉപേന്ദ്ര, ഈ പേരുകളെല്ലാം അതാത് ഇൻഡസ്ട്രികളിൽ കൂലിക്ക് നല്ലൊരു ഇനീഷ്യൽ ഉണ്ടാക്കാൻ കെൽപ്പുള്ളവരാണ്. നല്ലൊരു സ്ട്രോങ് ക്യാരക്ടർ കൂടിയാണെങ്കിൽ സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഇതുവരെയുള്ള എല്ലാ റെക്കോർഡുകളും പൊട്ടും. സൗത്ത് മാത്രം പോരല്ലോ, സൂപ്പർ സ്റ്റാറും ഇത്രയും കാസ്റ്റ് ആൻഡ് ക്രൂവും ഉണ്ടായിരുന്നല്ലോ. നോർത്തിൽ സിനിമ വർക്ക് ആകണമെങ്കിൽ അവിടുത്തെ ഓഡിയൻസിനെ തിയേറ്ററിൽ കയറ്റണം. അതിന് ഇതിനെല്ലാറ്റിന്റെ മുകളിൽ ഒരു ഫാക്ടർ വേണം. അതാണ് അമീർ ഖാൻ. ഇന്ത്യൻ സിനിമയിൽ ഷാറുഖ് ഖാനും സൽമാൻ ഖാനും പോലെ ഫാൻസും ബോക്സ് ഓഫീസ് പവർ കാണിക്കാനും കെൽപ്പുള്ള ഒരേ ഒരു ബോളിവുഡ് ആക്ടറാണ് അമീർ ഖാൻ. വിക്രമിൽ സൂര്യയ്ക്ക് കൊടുത്തതുപോലെ അമീർ ഖാൻ നല്ലൊരു സ്ട്രോങ് ക്യാരക്ടർ കൊടുത്ത് അനിരുദ്ധിന്റെ മ്യൂസിക്കിൽ സ്ക്രീനിൽ എത്തിച്ചാൽ നോർത്ത് ഓഡിയൻസിന് അതിൽ പരം സെലിബ്രേറ്റ് ചെയ്യാൻ വേറൊന്നും വേണ്ട. കൂലി തമിഴ് ഇൻഡസ്ട്രിയുടെ ആദ്യത്തെ 1000 crore ഫിലിം ആയേക്കുമെന്ന് ഉറപ്പിച്ച് പറയാനുള്ള പ്രധാന കാരണവും അമീർ ഖാൻ ക്യാമിയോയാണ്. നോർത്തിൽ വർക്കാകുക എന്നതാണ് വലിയ ടാസ്ക്. അത് അമീർ ഖാന്റെ ക്യാമിയോ കൂടി ആകുമ്പോൾ പകുതി ഓക്കെ ആവും. അതിന്റെ വിക്രമിൽ സൂര്യയുടെ ക്യാമിയോ സസ്പെൻസ് ആക്കി വെച്ചതുപോലെ ഇത് വെക്കരുത്. അമീർ ഖാനും ഉണ്ടെന്ന് പറഞ്ഞ് മാർക്കറ്റ് ചെയ്യണം, എങ്കിലേ ആളുകൾ തിയേറ്ററിൽ കയറും. ബാക്കി പകുതി കോണ്ടന്റ് ആൻഡ് മേക്കിംഗ് ആണ്. മേക്കിങ്ങിൽ ഒരു ഡൗട്ട് വേണ്ട, ലോകേഷ് അറിഞ്ഞു പണിക്കോളും. എന്നാലും കോണ്ടന്റ് നോർത്തിൽ വർക്കാകണം. ഇതുവരെയുള്ള എല്ലാ 1000 crore ഫിലിംസിനും കോമൺ ഫാക്ടർ ഈ റിലേറ്റബിലിറ്റി ആണ്. ഇവിടെ കൊണ്ടുവച്ചാലും ആ സിനിമയ്ക്ക് മെജോറിറ്റി ഓഫ് ഓഡിയൻസിനെ റിലേറ്റ് ചെയ്യാൻ സാധിച്ചു. കൂലിക്ക് അത് പറ്റിയാൽ തമിഴ് ഇൻഡസ്ട്രിയുടെ ഫസ്റ്റ് 1000 crore ഫിലിം കൂലിയാകും. ഇതെല്ലാം സിനിമയ്ക്കുള്ളിലെ കാൽക്കുലേഷൻസും എക്സ്പെക്ടേഷൻസും ഒക്കെയാണ്. ഇതല്ലാതെ സിനിമയ്ക്ക് പുറത്ത് ചില ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ആദ്യത്തേതാണ് പ്രൊമോഷൻ. റീസെന്റ് ആയിട്ട് കോളിവുഡിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് നടന്നത് കങ്കുവയ്ക്കാണ്. സിനിമ അതിനകത്ത് വന്നില്ല എങ്കിലും പ്രൊമോഷന് വേണ്ടി കൊടുത്ത എഫേർട്ട് കാണാതെ പോകരുത്. സൗത്തിൽ കേരള, ഹൈദരാബാദ്, ബാംഗ്ലൂർ മാത്രമല്ല ഡൽഹിയിലും മുംബൈയിലും ഓൺലൈൻ ഓഫ്ലൈൻ പ്രൊമോഷൻസ് ചെയ്തു. പൊന്നിയിൻ സെൽവൻ, വിക്രം ഒക്കെ ഇങ്ങനെ എല്ലായിടത്തും പോയി പ്രൊമോട്ട് ചെയ്ത ഫിലിംസ് ആണ്. പുഷ്പയുടെ വലിയ ഇനീഷ്യൽ
അർജുന് ഒരു ഫാക്ടറും ഈ പ്രൊമോഷൻ തന്നെയാണ്. അല്ലു അർജുൻ എല്ലായിടത്തും പോയി പ്രൊമോട്ട് ചെയ്തു, പല ബ്രാൻഡുകളുമായി ചേർന്ന് പ്രൊമോട്ട് ചെയ്തു. അങ്ങനെ നല്ല രീതിയിൽ പടം പ്രൊമോട്ട് ചെയ്താൽ ആദ്യ ദിവസങ്ങളിൽ തിയേറ്ററിൽ ആളെ കയറ്റാൻ പറ്റും. പിന്നെ സിനിമ അനുസരിച്ചിരിക്കും. മറ്റൊന്ന് ടോക്സിക് ഫാൻസ്. തമിഴ് ഇൻഡസ്ട്രിയുടെ വലിയ തലവേദന ടോക്സിക് ഫാൻസ് ആണ്. മറ്റു നടന്റെ സിനിമ എങ്ങനെ എന്റെ സ്റ്റാറിന്റെ സിനിമയുടെ കളക്ഷൻ പൊട്ടിക്കും, അത് അനുവദിക്കാൻ പാടില്ല. ഈ ഒരു മൈൻഡ് സെറ്റ് ആണ് വലിയ രീതിയിൽ കളക്ട് ചെയ്യുന്ന പല സിനിമകൾക്കും ചെറിയ രീതിയിൽ ഈ ഒരു തടസ്സമാകും. ഒരു സമയം ട്വിറ്റർ മുഴുവൻ വളരെ മോശമായ ആക്ടേഴ്സിനെ വെച്ച് ഹാഷ്ടാഗ് ട്രെൻഡ് ആക്കുമായിരുന്നു. ഇന്ന് അത് കുറഞ്ഞിട്ടുണ്ടെങ്കിലും കളക്ഷന്റെ കാര്യം വരുമ്പോൾ വീണ്ടും അതേപടി തന്നെ. ബോക്സ് ഓഫീസിൽ ഹിറ്റ് ആയാലും ആ പടത്തിന്റെ കൂടെ ഫ്ലോപ്പ്, ബോംബ് എന്നൊക്കെ വെച്ച് ട്വിറ്ററിൽ ട്രെൻഡ് ആക്കുന്ന പരിപാടി ഇപ്പോഴും ഉണ്ട്. ഇതുകൂടി ഇല്ലാതായാൽ ഈ 1000 കോടിയൊക്കെ തമിഴ് സിനിമയ്ക്ക് വളരെ എളുപ്പമാണ്. സിനിമ എന്നത് ആർട്ട് മാത്രമല്ല, ബിസിനസ്സും കൂടിയാണ്. ബിസിനസ് നടന്നാലേ അതാത് ഇൻഡസ്ട്രികൾക്ക് പുതിയ പുതിയ എക്സ്പെരിമെന്റ്സ് ട്രൈ ചെയ്യും, അതിനകത്ത് ഇൻഡസ്ട്രികൾ വളരുകയും ചെയ്യും. പുലിമുരുകനും ലൂസിഫറും ഒക്കെ മലയാള സിനിമയ്ക്ക് നൽകിയതും അങ്ങനെ ഒരു ബലമാണ്. ഇന്ന് ARM, മെമ്പുരാനും, കത്തനാരും, മമ്മൂട്ടി, മോഹൻലാൽ, മഹേഷ് നാരായൺ പ്രോജക്റ്റും ഒക്കെ മലയാളത്തിൽ വരാനുള്ള കാരണം ഒരു പരിധിവരെ ഇങ്ങനെ ആർട്ടിനോടൊപ്പം ബിസിനസ്സും വളർന്നതുകൊണ്ടാണ്. 100-200 കോടിയൊക്കെ മലയാള സിനിമയിൽ നേടി. മലയാള സിനിമയുടെ കയ്യിലെ കോണ്ടന്റ് കൊണ്ട് ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ 1000 കോടി അടിക്കാൻ പറ്റും. നാളെ ഫസ്റ്റ് 1000 crore ഫിലിംസ് ഓഫ് മലയാളം എന്നൊരു വീഡിയോ ചെയ്യാൻ സാധിക്കട്ടെ. എന്തായാലും പൂലി മെയ് ഫസ്റ്റ് വീക്ക് റിലീസ് ആവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും വരാം. മധുരയ്ക്കും.